ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിലേക്ക് എല്ലാ യോഗ ബന്ധുക്കൾക്കും സ്വാഗതം. ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി മലയാളം വിഭാഗം സംഘടിപ്പിക്കുന്ന ശ്രീമദ് നാരായണീയ പഠനയാത്ര പ്രശസ്തങ്ങളായ കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ പിന്നിട്ട് വിനോദസഞ്ചാരികളുടെ പറുദീസയായ വയനാട്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലകളിലേക്ക് പ്രവേശിക്കുകയാണ്. വയനാട് ജില്ലയുടെ കവാടം ലക്കിടിയാണ്. സഹ്യാദ്രിയിൽ ഒറ്റപ്പെട്ട ഭൂഖണ്ഡത്തെ പോലെ സമുദ്രനിരപ്പിൽ നിന്ന് 700 മുതൽ 1200 മീറ്റർ ഉയരത്തിൽ മാനം മുട്ടി നിൽക്കുന്ന മാമലകളും കോടമഞ്ഞും കാട്ടുമൃഗങ്ങളും തേയിലത്തോട്ടങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും നിറഞ്ഞ വയനാട് കേരളത്തിന്റെ അതിമനോഹരമായ ഭൂപ്രദേശമാണ്. ഗോത്ര സംസ്കാരത്തിന്റെ വൈവിധ്യമാർന്ന കലകളും ആചാരങ്ങളും വയനാടിന്റെ സവിശേഷതയാണ്. ഇവിടുത്തെ പ്രധാന നദിയായ കബനി നദിയിലാണ് ബാണാസുരസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മിക്ക നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ ഇത് കിഴക്കോട്ട് ഒഴുകുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വയനാട്ടിലെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം പിതൃതർപ്പണത്തിന് അത്യുത്തമമാണ്. പുൽപ്പള്ളിയിലുള്ള സീതാദേവി ലവകുശ ക്ഷേത്രവും അതിവിശിഷ്ടമാണ്. ഇവിടെ വാൽമീകി ആശ്രമവും കാണാം. കേരളത്തിലെ ഏക മത്സ്യാവതാര ക്ഷേത്രം ഇവിടെ മീനങ്ങാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എടയ്ക്കൽ ഗുഹ, കുറുവദ്വീപ്, പൂക്കോട്ട് തടാകം, പക്ഷിപാതാളം, വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നിങ്ങനെ വിനോദസഞ്ചാരത്തിനും ഇവിടം പ്രശസ്തമാണ്. ഇനി നമുക്ക് മലബാറിന്റെ ഹൃദയമായ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കാം. വടക്കൻ പാട്ടുകളുടെയും തിറയാട്ടത്തിന്റെയും കളരിപ്പയറ്റിന്റെയും നാടായ കോഴിക്കോട് സാമൂതിരി രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നുവല്ലോ. കലാ, സാംസ്കാരിക, കായിക രംഗങ്ങളിൽ ഒട്ടനവധി പ്രതിഭ വ്യക്തികൾക്ക് ജന്മം നൽകിയ നാടാണിത്. അതിമനോഹരമായ ബീച്ചുകൾ, തുഷാരഗിരി വെള്ളച്ചാട്ടം, കക്കയം പെരുവണ്ണാമൊഴി ഡാം, വാനനിരീക്ഷണ കേന്ദ്രം എന്നിങ്ങനെ വിനോദസഞ്ചാരികൾക്കും ധാരാളം ഇടങ്ങൾ ഇവിടെയുണ്ട്. പ്രശസ്തമായ വയനാട് താമരശ്ശേരി ചുരം ഇറങ്ങി കാക്കൂർ എന്ന സ്ഥലത്തെത്തുമ്പോൾ ശ്രീചക്രത്തിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ ദശാവതാര ക്ഷേത്രം കാണാം. കോഴിക്കോട് ടൗണിലേക്ക് വരുമ്പോൾ ജലാശയങ്ങൾ കൊണ്ട് പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന കാരന്തൂർ പൊയിൽക്കാവ് ക്ഷേത്രം, കോഴിക്കോട് പട്ടണത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന തളി മഹാദേവ ക്ഷേത്രം, അഴകൊടി ദേവി ക്ഷേത്രം ഇവയും പ്രശസ്തങ്ങളാണ്. കൊയിലാണ്ടി എന്ന സ്ഥലത്ത് എത്തിയാൽ പിഷാരിക്കാവ് ദേവി ക്ഷേത്രം, ബാലുശ്ശേരി കോട്ട ഇവ കാണാം. വീണ്ടും വടക്കോട്ട് വരുമ്പോൾ ഉരുപുണ്യക്കാവ് ദേവി ക്ഷേത്രം, മഹാവിഷ്ണുവിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഇവിടം പിതൃതർപ്പണത്തിന് അത്യുത്തമമാണ്. കടൽ തീരത്ത് ഒരു പാറമുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തെ കടൽ ജലത്തിന് ഉപ്പുരസം അനുഭവപ്പെടുന്നില്ല. അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ലോകനാർക്കാവ് ദേവീക്ഷേത്രം കോഴിക്കോട് വടകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കൻ പാട്ടുകളിലെ വീരനായകനായ തച്ചോളിയൊതേനന്റെ ജന്മസ്ഥലം കൂടിയാണ് വടകര. സമയക്കുറവ് കൊണ്ട് ജില്ലയുടെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ അധ്യയനത്തിലേക്ക് കടക്കാം. ശ്രീമദ് നാരായണീയ പഠനത്തിന്റെ 79-ാം ദിവസമായ ഇന്ന് 69-ാം ദശകം രാസക്രീഡയാണ് അവതരിപ്പിക്കുന്നത്. മേൽപ്പത്തൂരിന്റെ കാവ്യഭംഗി നിറഞ്ഞു നിൽക്കുന്ന ശ്ലോകങ്ങൾ, താളനിബദ്ധമായ പദവിന്യാസം എന്നീ പ്രത്യേകതകളുള്ള ഈ ദശകം ഇവിടെ അവതരിപ്പിക്കുന്നത് വയനാട്, കോഴിക്കോട് ജില്ലകളിലുള്ള യോഗ ബന്ധുക്കളാണ്. ഭഗവാന്റെ രാസക്രീഡ അലൗകികമായ ആത്മാനന്ദം ഗോപികമാർക്ക് നൽകുന്ന ഈ ദശകത്തിൽ പങ്കെടുക്കുന്നത് 16 അക്കമാരും ഭഗവാന്റെ നിയോഗം പോലെ ഒരു ഉണ്ണിക്കണ്ണനുമുണ്ട്. ആരെല്ലാം എന്ന് നോക്കാം. ആങ്കറിംഗ് വത്സലാക്ക. ധ്യാന ശ്ലോകം ചൊല്ലുന്നത് അഭിനവണ്ണൻ, ശ്രീലക്ഷ്മി അക്ക. പദച്ഛേദം പറഞ്ഞ് ശ്ലോകങ്ങൾ ചൊല്ലിത്തരുന്നത് ഗംഗ രാജേന്ദ്രനൊക്കെയാണ്.
ഈ ദശകത്തിൽ 11 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ശ്ലോകം ശോഭ അക്കയാണ് ചൊല്ലുന്നത്. വയനാട് ജില്ലയിൽ നിന്നുള്ള ഏക യോഗ ബന്ധു കൂടിയാണ് ശോഭ അക്ക. ബാക്കി എല്ലാ അക്കമാരും അണ്ണനും എല്ലാം കോഴിക്കോട് ജില്ലക്കാരാണ്. പിന്നെ നിമ്മി അക്ക, വത്സല അക്ക, പ്രേമലത അക്ക, പ്രിയ അക്ക, ഉഷ അക്ക, ദേവി അക്ക, മിനി അക്ക, ചന്ദ്രമതി അക്ക, പ്രമീള അക്ക, റീത്ത അക്ക. ഈ 11 ശ്ലോകങ്ങളുടെയും അർത്ഥം പറഞ്ഞ് അവ വിശദീകരിച്ചു തരുന്നത് സിന്ധു അനന്തു അക്കയാണ്. ശേഷം സമർപ്പണ ശ്ലോകം ചൊല്ലുന്നത് ലക്ഷ്മി മധുസൂദനനൊക്കെയാണ്. പിന്നെ ലോക കല്യാണ മന്ത്രം ചൊല്ലി സമാപനം കുറിക്കുന്നത് ശ്രീജ അക്കയാണ്. പങ്കെടുക്കുന്ന എല്ലാ അക്കമാർക്കും, പഠിതാക്കളായ എല്ലാ യോഗ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും സ്നേഹപൂർവം സ്വാഗതം പറയുന്നു. ആദ്യം ധ്യാന ശ്ലോകം ചൊല്ലുന്നതിന് ശ്രീലക്ഷ്മി അക്കയെയും അഭിനവണ്ണനെയും ക്ഷണിക്കുന്നു. ഹരിയോം. ഹരിയോം. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകതന്തം ഭക്താനാം ഏകതന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വതിയേ നമഃ. ഗുരവേ സർവലോകാനാം വിഷയേ ഭവരോഗിണാം ഹൃദയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവം കൃഷ്ണാർപ്പണം. ഹരി ഓം. ഹരിയോം ഗംഗാക്ക. ഹരിയോം. ഒന്നാമത്തെ ശ്ലോകം നോക്കാം. പദച്ഛേദം പറയാം. കേശപാശധൃത പിഞ്ചികാവിദതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാല വനമാലിക ലളിതാം അംഗ രാഗഘന സൗരഭം പീതചേലധൃത കാഞ്ചിക അഞ്ജിതം ഉദംശത് അംശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവഹി രൂപം ഈശ കലയാമഹേ. ശ്ലോകം നോക്കാം. കേശപാശധൃത പിഞ്ചികാ വിദതി സഞ്ചലൻ മകരകുണ്ടലം കേശപാശധൃത പിഞ്ചികാ വിദതി സഞ്ചലൻ മകരകുണ്ടലം ഭാരജാലവനമാലികാലളിതമംഗരാഗ ഘനസൗരഭം ഭാരജാലവനമാലികാലളിത മംഗരാഗന സൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതമുദംശുമണിനൂപുരം പീതചേലധൃത കാഞ്ചി കാഞ്ചിതമുദംശദം ചുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. കേശപാശധൃത പിഞ്ചികാ വിദതി സഞ്ചലൻ മകരകുണ്ടലം ഭാരജാലവനമാലികാലളിതമംഗരാഗഘന സൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതമുദംശദംശുമണിപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ.
കേശപാശധൃതപിഞ്ചികാ വിദതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതമംഗരാഗഗനസൗരഭം പീതചേലധൃതകാഞ്ചി കാഞ്ചിതമുദക്ഷതം ശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. രണ്ടാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. താവത് ഏവ കൃതമണ്ഡലേ കലിത കഞ്ജുളിക കുചമണ്ഡലേ ഗണ്ഡലോല മണികുണ്ഡലേ യുവതിമണ്ഡലേ അഥ പരിമണ്ഡലേ അന്തരാ സകലസുന്ദരീയുഗളം ഇന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനു രാസകേളീം ഐം കഞ്ചനാഭ സമുപാദത. ശ്ലോകം നോക്കാം. താവദേവ കൃതമണ്ഡലേ കലിത കഞ്ചുളീക കുചമണ്ഡലേ താവദേവ കൃതമണ്ഡലേ കലിത കഞ്ചുളീക കുജമണ്ഡലേ ഗണ്ഡലോല മണികുണ്ഡലേ യുവതി മണ്ഡലേ ധ പരിമണ്ഡലേ ഗണ്ഡലോല മണികുണ്ഡലേ യുവതി മണ്ഡലേദ പരിമണ്ഡലേ അന്തരാ സകല സുന്ദരീ യുഗളമിന്ദിരാരമണ സഞ്ചരൻ അന്തരാ സകല സുന്ദരീയുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭ സമുപാദധാ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭ സമുപാദദാ. താവദേവ കൃതമണ്ഡലേ കലിത കഞ്ചുളീക കുചമണ്ഡലേ ഗണ്ഡലോല മണികുണ്ഡലേ യുവതി മണ്ഡലേ ധ പരിമണ്ഡലേ അന്തരാ സകല സുന്ദരീ യുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭ സമുപാദധാ. താവദേവ കൃതമണ്ഡലേ കലിത കഞ്ചുളീക കുജമണ്ഡലേ ഗണ്ഡലോല മണികുണ്ഡലേ യുവതി മണ്ഡലേദ പരിമണ്ഡലേ അന്തരാ സകല സുന്ദരീയുഗളം ഇന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭ സമുപാദദാ. മൂന്നാമത്തെ ശ്ലോകം. വാസുദേവ തവ ഭാസമാനം ഇഹ രാസകേളിരസ സൗരഭം ദൂരതഃ അപി ഖലു നാരദ ആഗദിതം ആകുലയ്യ കുതുകാകുല വേഷഭൂഷണ വിലാസപേശല വിലാസിനി ശതസമാവൃത നാഗദഃ യുഗപദ് ആഗത വിയതി വേഗത അഥ സുരമണ്ഡലി. ശ്ലോകം നോക്കാം. വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസ സൗരഭം വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസ സൗരഭം ദൂരതോപി ഖലു നാരദാഗദിതമാകലയ്യ കുതുകാകുല ദൂരതോപി ഖലു നാരദാഗദിതമാകലയ്യ കുതുകാകുല ഏഷ ഭൂഷണ വിലാസപേശല വിലാസിനി ശതസമാവൃതാ
വേഷഭൂഷണ വിലാസപേശല വിലാസിനി ശതസമാവൃത നാഗദോ യുഗപദാഗദാ വിയതി വേഗദോതസുരമണ്ഡലി നാഗതോ യുഗപദാഗദാ വിയതി വേഗതോധസുരമണ്ഡലീ വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസ സൗരഭം പുരതോപി ഖലു നാരദാഗദിതമാകലയ്യ കുതുകാകുലാം വേഷഭൂഷണ വിലാസപേശല വിലാസിനി ശതസമാവൃതാം നാഗദോ യുഗപദാഗദാ വിയതി വേഗദോതസുരമണ്ഡലീ വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം ദൂരതോപി ഖലു നാരദാഗദിതമാകലയ്യ കുതുകാകുലാ വേഷഭൂഷണ വിലാസപേശല വിലാസിനി ശതസമാവൃത നാഗദോ യുഗപദാഗതാ വിയതി വേഗതോധസുരമണ്ഡലീ. നാലാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. വേണുനാദകൃത താനദാന കളഗാന രാഗ ഗതിയോജന ലോഭനീയ മൃദുപാദ പാദകൃത താളമേളന മനോഹരം പാണി സൗങ്കണിത കങ്കണം ച മുഹുഃ അംസലംബിത കരാംബുജം ശ്രോണിബിംബ ചലത് അംബരം ഭജത രാസകേളിലസ ഡംബരം. വേണുനാഥ കൃതതാനദാന കളഗാന രാഗഗതിയോജനാം വേണുനാഥ കൃത താനദാന കള ഗാനരാഗഗതിയോജന ശോഭനീയ മൃദുപാദ പാദകൃത താളമേളന മനോഹരം ലോഭനീയ മൃദുപാദ പാതകൃത താളമേളന മനോഹരം പാണി സംഗണിത കങ്കണഞ്ച മുഹുരം സലംബിത കരാംബുജം പാണി സംഗണിത കങ്കണം ച മുഹുരം സലംബിത കരാംബുജം ചോണിബിംബജലദംബരം ഭജദരാസകേളിരസഡംബരം ശ്രോണിബിംബജലദംബരം ഭജദരാസകേളിരസഡംബരം വേണുനാദകൃതതാനദാന കളഗാന രാഗഗതിയോജന ലോഭനീയ മൃദുപാദ പാദകൃത താളമേളന മനോഹരം പാണി സംഗണിത കങ്കണഞ്ച മുഹുരം സലംബിത കരാംബുജം ശ്രോണിബിംബജലദംബരം ഭജദരാസകേളിരസഡംബരം. വേണുനാഥ കൃത താനദാന കളഗാന രാഗഗതിയോജന ലോഭനീയ മൃദുപാദ പാതകൃത താളമേളന മനോഹരം പാണി സംഗണിത കങ്കണം ച മുഹുരം സലംബിത കരാംബുജം
ശ്രോണിബിംബചലദംബരം ഭജതരാസകേളിരസഡംബരം. അടുത്ത ശ്ലോകം. സ്പർദ്ധയാ വിരചിത അനുഗാനകൃത താരതാര മധുരസ്വരേ നർത്തനേ അധ ലളിത അംഗഹാര മണിഭൂഷണേ സമ്മതേന കൃത പുഷ്പവർഷം അലം ഉന്മിഷ ദ്വിവിശതാം കുലം ചിന്മയേ ത്വയി നിലീനമായം ഇവ സമുമോഹ സവ നൂപുരം. സ്പർദ്ധയാ വിരചിതാനുഗാനകൃത താരതാര മധുരസ്വരേ. സ്പർദ്ധയാ വിരചിതാനുഗാനകൃത താരതാര മധുരസ്വരേ നർത്തനേ ദലളിതാംഗഹാരലുളിതാംഗഹാര മണിഭൂഷണേ. നർത്തനേ ദലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ സമ്മതേന കൃത പുഷ്പവർഷമലമുന്മിഷദ്വിവിശദാങ്കുലം. സമ്മതേന കൃത പുഷ്പവർഷമലമുന്മിഷദ്വിവിശദാം കുലം. ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹ സവധൂകുലം. ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹ സവധൂകുലം. സ്പർദ്ധയാ വിരചിതാനുഗാനകൃത താരതാര മധുരസ്വരേ നർത്തനേ ദലളിതാംഗഹാരലുളിതാംഗഹാര മണിഭൂഷണേ സമ്മതേന കൃത പുഷ്പവർഷമലമുന്മിഷദ്വിവിശദാങ്കുലം. ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹ സവധൂകുലം. സ്പർദ്ധയാ വിരചിതാനുഗാനകൃത താരതാര മധുരസ്വരേ നർത്തനേ ദലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ സമ്മതേന കൃത പുഷ്പവർഷമലമുന്മിഷദ്വിവിശദാം കുലം. ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹ സവധൂകുലം. അടുത്ത ശ്ലോകം നോക്കാം. സ്വിന്ന സന്ന തനു വല്ലരി തദനു കാപി നാമ പശുപാംഗന കാന്തം അംസം അവലംബദേ സ്മ തവ താന്തിഭാര മുകുളേക്ഷണ കാചിത് ആചലിത കുന്ദള നവബഡീര സാര ഘന സൗരഭം വഞ്ചനേന തവ സഞ്ചുചുംബ ഭുജം അഞ്ചിത ഉരു പുളകാങ്കുര. സ്വിന്ന സന്ന തനു വല്ലരീ തദനു കാപി നാമ പശുപാംഗന. സ്വിന്ന സന്ന തനു വല്ലരീ തദനു കാപി നാമ പശുപാംഗന. കാന്തമം സമവലംബദേ സ്മ തവ താന്തിഭാര മുകുളേക്ഷണ. കാന്തമം സമവലംബദേ സ്മ തവ താന്തിഭാര മുകുളേക്ഷണ. ആജിതാചലിത കുന്ദള നീരസാര ഘന സൗരഭം. കാജിതാചലിത കുന്ദള നവപടീരസാര ഘന സൗരഭം. അഞ്ജനേന തവ സഞ്ജുജുംബ ഭുജമഞ്ജിതോരു പുളകാങ്കുര.
വഞ്ചനേന തവ സഞ്ജുചുംബഭുജമഞ്ജിതോരുപുളകാങ്കുരാ സ്വിന്നസന്നതനുവല്ലരീ തദനു കാപി നാമ പശുപാംഗനാ കാന്തമം സമബലം വദേ സ്മതവതാന്തി ഭാരമുകുളേക്ഷണ കാജിദാചലിത കുന്ദള സാരഘന സൗരഭം വഞ്ചനേന തവ സഞ്ജുജുംബഭുജമഞ്ജിതോരുപുളകാംബുരാ സ്വിന്നസന്നതനുവല്ലരീ തദനു കാപി നാമ പശുപാംഗനാ കാന്തമം സമവലംബതേ സ്മ തവ താന്തി ഭാരമുകുളേക്ഷണ കാജിതാചലിത കുന്ദള നവപടീരസാരഘന സൗരഭം വഞ്ചനേന തവ സഞ്ജുചുംബഭുജമഞ്ജിതോർ പുളകാങ്കുരാ. അടുത്ത ശ്ലോകം നോക്കാം. കാപി ഗണ്ഡ ഭുവി സന്നിധായ നിജഗഠം ആകുലിത കുണ്ടലം പുണ്യപൂരനിധി അന്വവാപ തവ പൂർവചർവിത രസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ ത്വാം അവാപ്യ ദദുഹു അംഗനാഹ കിമുന സമ്മത ഉന്മദ ദശാന്തരം. കാപി ഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ടലം കാപി ഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ടലം പുണ്യപൂരനിധിരന്വവാപി തവ പൂർവചർവിതരസാമൃതം പുണ്യപൂരനിധിരന്വവാപി തവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ കാമവാപ്യ ദുദുരംഗനാ കിമുന സമ്മദോന്മദദശാന്തരം ത്വാമവാപ്യ ദദുരംഗനാ കിമുന സമ്മദോന്മദദശാന്തരം. കാപി ഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ടലം പുണ്യപൂരനിധിരന്വവാപി തവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യ ദദുരംഗനാ കിമുന സമ്മദോന്മദദശാന്തരം. കാപി ഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ടലം പുണ്യപൂരനിധിരന്വവാപി തവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യ ദദുരംഗനാ കിമുന സമ്മദോന്മദദശാന്തരം. അടുത്ത ശ്ലോകം. ഗാനം ഈശ വിരടം ക്രമേണ കില വാദ്യമേളനം ഉപാരതം ബ്രഹ്മസമ്മത രസാകുലാഹ സദസി കേവലം നനുതുഹു അംഗനാഹ ന അവിദൻ അപിച
निविकां किमपि कुन्दलीम् अपि च कञ्जुलीं ज्योतिषाम् अपि कदम्बकं दिवि विलम्बितं कि अपरं ध्रुवे. श्लोकं നോക്കാം. ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം. ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം. ബ്രഹ്മസമ്മദരസാകുല സദസി കേവലം നൃതുരംഗനാ. ബ്രഹ്മസമ്മദരസാകുലാ സദസി കേവലം നൃതുരംഗനാ. നാവിദന്നവിജനീവികാം കിമപി കുന്ദളീമപി ച കുഞ്ജുളീം. നാവിദന്നവിജനീവികാം കിമപി കുന്ദളീമപി ച കഞ്ജുളീം. ഓദിശാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം. ബ്രഹ്മസമ്മദരസാകുല സദസി കേവലം നൃതുരംഗനാ. താവിദന്നവിജനീവികാം കിമപി കുന്ദളീമപി ച കഞ്ജുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം. ബ്രഹ്മസമ്മദരസാകുലാ സദസി കേവലം നൃതുരംഗനാ. നാവിദന്നപി ച നീവികാം കിമപി കുന്ദളീമപി ച കഞ്ജുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. അടുത്ത ശ്ലോകം നോക്കാം. മോദസീംനീം ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തനോ വിഭോ കേളി സംരദിത നിർമ്മല അംഗ നവകർമ്മലേശ സുഭഗാത്മനാം മന്മദ അസഹനചേതസാം പശുപയോഷിതാം സുകൃത ചോദിതഃ താവത് ആകലിതമൂർത്തിഃ ആദതിത ആരവീര പരമ ഉത്സവാൻ. മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ. മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ. കേളി സംമൃദിത നിർമ്മലാംഗനവകർമ്മലേശ സുഖകാത്മനാം. കേളി സംരതിത നിർമ്മലാംഗനവ കർമ്മലേശ സുഭഗാത്മനാം. മന്മദാസഹനചേതസാം പശുപയോഷിതാം സുകൃതചോദിതാം. മന്മദാസഹനചേതസാം പശുപയോഷിതാം സുകൃതചോദിത. ആവദാകലിതമൂർത്തിരാദധിതമാരവീര പരമോത്സവാൻ. താവതാ കലിതമൂർത്തിരാധദിത മാരവീര പരമോത്സവാൻ. മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംമൃദിത നിർമ്മലാംഗനവകർമ്മലേശ സുഭഗാത്മനാം. മന്മദാസഹനചേതസാം പശുപയോഷിതാം സുകൃതചോദിതാ.
സാവദാ കലിതമൂർത്തിരാദതിതമാരവീര പരമോത്സവാൻ. മോദസീം നിഭുവനം വിലാപ്യ വികൃതിം സമാപ്യ ച തദോ വിഭോ കേളി സംരതിത നിർമ്മലാംഗനവ കർമ്മലേശ സുഭഗാത്മന മന്മദാസഹന ചേതസാം പശുഭ യോഷിതാം സുകൃത ചോദിത താവതാ കലിതമൂർത്തിരാദതിത മാരവീര പരമോത്സവാൻ. അടുത്ത ശ്ലോകം നോക്കാം. കേളിഭേദ പരിരോലിതാഭി അതിലളിതാഭിഹി അപലാളിഭിഹി സ്വൈരം ഈശനനു സൂരജാപയസി ചാരുനാമ വിഹൃതിം വ്യഥാഹ കാനനെ അപി ച വിസാരി ശീതള കിശോര മാരുത മനോഹരേ സൂന സൗരഭമയേ വിലേസിത വിലാസിനി ശതവിമോഹനം. കേളിഭേദ പരിലോളിതാഭിരതിലാളിതാഭിരബലാളി കേളിഭേദ പരിലോളിതാഭരിതലാളിതാഭിരബലാളിപി രമീശനനു സൂരജാപയസി ചാരുനാമ വികൃതിം യഥാ സ്വൈര്യൈശനനു സൂരജാപയസി ചാരുനാമ വികൃതിം വ്യഥാഹ ബീജ വിസാരി ശീതള കിശോര മാരുത മനോഹരേ കാനനെ പിജ വിസാരി ശീതള കിശോര മാരുത മനോഹരേ സൂന സൗരഭമയേ വിലേസിത വിലാസിനി ശതവിമോഹന സൂന സൗരഭമയേ വിലേസിത വിലാസിനി ശതവിമോഹനം കേളിഭേദ പരിലോളിതാഭിരതിലാളിതാഭിരബലാളിഭി സ്വൈര്യമീശനനു സൂരജാപയസി ചാരുനാമ വികൃതിം യഥാ കാനനെ ബിജ വിസാരി ശീതള കിശോര മാരുത മനോഹരേ സൂന സൗരഭമയേ വിലേസിത വിലാസിനി ശതവിമോഹന കേളിഭേദ പരിലോളിതാരതിലാളിതാഭിരബലാളിപി സ്വൈര്യൈശനനു സൂരജാപയസി ചാരുനാമ വിഹൃതിം വ്യഥാഹ കാനനെ പിജ വിസാരി ശീതള കിശോര മാരുത മനോഹരേ സൂന സൗരഭമയേ വിലേസിത വിലാസിനി ശതവിമോഹനം. അവസാനത്തെ ശ്ലോകം. കാമിനീഹി ഇതിനി യാമിനീഷു ഖലു കാമനീയക നിധേ ഭവാൻ പൂർണ്ണസമ്മത രസാർണവം കമപി യോഗിഗമ്യം അനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാൻ അപി ഇഹ പശുപാംഗന സുബഹുമാനയൻ ഭക്തലോക ഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ശ്ലോകം നോക്കാം. കാമിനീരിതി
കാമിനീരിതിഃ യാമിനീഷു ഖലു കാമനീയഗനിധേ ഭവാൻ. പൂർണ്ണസമ്മദരസം യോ പൂർണ്ണസമ്മദരസാർണവം കാമഭിയോഗി ഗമ്യമനുഭാവയൻ. ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ. ഭക്തലോക ഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാലന. ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. കാമനീയാമി ഖലു കാമനീയഗാൻ. പൂർണ്ണസമ്മദരസാർണവം കാമഭിയോഗി ഗമ്യമനുഭാവയൻ. ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ. ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാലന. കാമിനീരിതിഃ യാമിനീഷു ഖലു കാമനീയഗനിധേ ഭവാൻ. പൂർണ്ണസമ്മദരസാർണവം കാമഭിയോഗി ഗമ്യമനുഭാവയൻ. ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ. ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ശ്ലോകം. ഈ ദശകം രാസക്രീഡ കുസുമമഞ്ജരി എന്ന വൃത്തത്തിൽ ആണ് ഈ ദശകം രചിച്ചിട്ടുള്ളത്. അതായത് പുഷ്പ സമാനമായിട്ടുള്ളത് എന്ന് പറയാം. അതിസുന്ദരമായ ഒരു രംഗമാണ് ഈ ദശകത്തിൽ നാം കാണുന്നത്. ഈ വൃത്തത്തിന്റെ ഭംഗി, പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള പല വരികളും മേൽപ്പത്തൂരിന്റെ കാവ്യഭംഗി ശരിക്കും മനസ്സിലാവുന്ന ഒരു ദശകമാണ് ഇത്. സാധാരണ മേൽപ്പത്തൂരിന്റെ എഴുത്തിന്റെ ഭംഗി ചർച്ച ചെയ്യുന്നത് 2 ദശകങ്ങൾ എടുത്തിട്ടാണ് ഈ നാരായണീയത്തിൽ. 1 നരസിംഹാവതാരം, 2 രാസക്രീഡം. ഇത് രണ്ടും വായിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാവും, അദ്ദേഹം എങ്ങനെയാണ് എഴുതുന്നത് എന്ന്. അപ്പൊ എങ്ങനെ ഒരു സന്ദർഭത്തിന് ആവശ്യമുള്ള വാക്കും ശബ്ദവും ഉപയോഗിക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിൽ ഓരോ സംശയം വരുമ്പോൾ ചിലതൊക്കെ കാണിച്ചും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ശ്ലോകം. ഭഗവാൻ രാസക്രീഡയ്ക്ക് ഒരുങ്ങി വന്നു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദശകം അവസാനിപ്പിച്ചത്. ഇത് രാസക്രീഡ എന്ന് പറയുമ്പോൾ മനസ്സിൽ കാണുന്ന ഒരു ചിത്രം, നമ്മൾ സാധാരണ കാണാനുള്ള ഒരു ചിത്രം, അത് എല്ലാ സ്ത്രീകൾക്കും ഒരു 20-25 വയസ്സ് പ്രായമുണ്ടാവും അല്ലേ? പക്ഷെ അതല്ല. ഷഷ്ടിപൂർത്തിയായവരും ഷഷ്ടിയബ്ദപൂർത്തിയായവരും ശതാഭിഷേകമായവരും അപ്പോൾ കല്യാണമായവരും കല്യാണം ആവാത്ത കുട്ടികളും ഒക്കെയുണ്ട് ഈ ഗോപികമാരുടെ കൂട്ടത്തിൽ. അപ്പൊ കൃഷ്ണന്റെ വയസ്സ് എത്രയാണ്? 7 വയസ്സ്. അങ്ങനെ 7 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഇവരുടെ കൂടെ നൃത്തം ചെയ്തിട്ടുണ്ടാവുക എന്ന് ഒരു നിമിഷം മേൽപ്പത്തൂർ ആലോചിച്ചു. അതും നട്ടനടു രാത്രിയിൽ. ആർക്കായാലും ഈ ഒരു സംശയം വരും അല്ലെ? നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ അതിനെപ്പറ്റി എഴുതാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ഒരു നിമിഷം മേൽപ്പത്തൂർ കണ്ണു മൂടി ആലോചിച്ചു. അപ്പോ പെട്ടെന്ന് കുറച്ച് ശബ്ദങ്ങൾ കേട്ടു. അങ്ങനെ നോക്കിയപ്പോൾ ഗർഭഗൃഹം കാണാനില്ലായിരുന്നു. ഒരു ചെറിയ കുട്ടി പിന്നോട്ട് നോക്കി നിൽക്കുന്നു.
ചുരുണ്ട് ഭംഗിയുള്ള മുടി മാത്രം കാണാനുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ചുറ്റും കുറെ സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളുമുണ്ട്. ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഭട്ടതിരി ചോദിച്ചു, ഉണ്ണി നീ ആരാണ് എന്ന്. അപ്പോൾ ആ കുട്ടി മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി. കുറച്ച് തിരിഞ്ഞപ്പോൾ സൂര്യചന്ദ്രന്മാരെ പോലെയുള്ള മകരകുണ്ടലങ്ങൾ കണ്ടു. പിന്നെ താമര പോലെയുള്ള കണ്ണുകൾ കണ്ടു. അങ്ങനെ ആദ്യം ആ കേശപാശങ്ങൾ കണ്ടത് കൊണ്ടാണ് ഈ ദശകവും അങ്ങനെ തന്നെ തുടങ്ങിയിരിക്കുന്നത്. ഇത് ഭട്ടതിരിക്ക് ഒരു നൃത്ത അരങ്ങേറ്റം തന്നെ ആയിരുന്നു എന്ന് പറയാം. തൻ്റെ കൺമുന്നിൽ കണ്ടതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അല്ലാതെ അനുഭവത്തിൽ വെച്ച് എഴുതിയതല്ല. അങ്ങനെ രാസക്രീഡയ്ക്ക് ഒരുങ്ങി വന്ന കാമദേവനെ പോലും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള ഭഗവാന്റെ സൗന്ദര്യവും ഭാവവുമാണ് ഇവിടെ പറയുന്നത്. കേശപാശ, വാർമുടിക്കെട്ട്, അതിൽ പിഞ്ചികാവിതതി, കണ്ണിന്റെ ആകൃതിയിലുള്ള മയിൽപീലികൾ, ധൃതം അവിടെ കുത്തിയിരിക്കുന്നു. മകരകുണ്ടലം സഞ്ചലൻ, മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കർണാഭരണങ്ങൾ ആടിക്കൊണ്ടിരിക്കുന്നു. സഞ്ചലൻ ആണ്, ചലൻ ആണ്. ഹാരജാല, പലതരത്തിലുള്ള മുത്തുമാലകൾ, അതിൻ്റെ കൂടെ ആകർഷകമായ വനമാലിക, ഭഗവാന്റെ ആഭരണങ്ങളിൽ എടുത്തു പറയുന്ന ഒന്നാണ് വനമാല. പ്രകൃതി ഭഗവാന് കൊടുക്കുന്ന മാലയാണ് എന്ന് പറയാറുണ്ട്. പ്രകൃതിയെ ഭഗവാൻ വഹിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന സങ്കല്പം കൂടി പറയാം. ഈ വനമാലയിലുള്ള ഓരോ പുഷ്പങ്ങളും ഭക്തരാണെന്നും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അണിഞ്ഞിട്ട് ലളിതം, വളരെ സുന്ദരമായിട്ട്, അംഗരാഗ ഘനസൗരഭം, അതായത് കുങ്കുമം, ചന്ദനം, ഗോരോചനം, കസ്തൂരി, അഖിൽ, ഈ അഞ്ചും ചേർന്നതാണ് പഞ്ചാംഗരാഗം. ഈ ഒരു കുറിക്കൂട്ടിന്റെ കൊഴുത്ത വാസന പരത്തുന്നതായിട്ടുള്ള ആ ശരീരത്തോട് കൂടിയവനും പീതചേല, മഞ്ഞപ്പട്ട് ഉടുത്തിട്ട്, കാഞ്ചിക അഞ്ചിതം, നമ്മൾ വായിക്കുമ്പോൾ കാഞ്ചി കാഞ്ചിതം എന്നാണ് വായിക്കുന്നത്. നമ്മൾ എല്ലാവരും അങ്ങനെയാണ് വായിക്കുന്നത്. പക്ഷെ അത് ആ രാഗത്തിൽ വരുന്നത് കൊണ്ട് അങ്ങനെയാണ്. കാഞ്ചിക അഞ്ചിതം എന്നാണ് അതിന്റെ വേർഡ്. അപ്പോ വളരെ മനോഹരമായ സ്വർണത്തിന്റെ അരഞ്ഞാണ് അഞ്ചിതം. ധൃതം, അത് കെട്ടിയിരിക്കുന്നു. മണിനൂപുരം, കാലിലെ മണിച്ചിലങ്കകൾ, അതിൽ നിന്നും അംശു, അതായത് അതിന്റെ കാന്തി, ആ സ്വർണത്തിന്റെ കാന്തി, ഉദഞ്ചത്, ആ രശ്മികൾ പുറത്തേക്ക് വരുന്നു. രാസകേളി പരിഭൂഷിതം, രാസകേളിക്ക് അല്ലെങ്കിൽ രാസക്രീഡയ്ക്ക് വേണ്ടി സർവാലങ്കാര ഭൂഷിതനായിട്ട് വന്നു നിന്ന ഹേ ഈശ, അല്ലയോ ഗുരുവായൂരപ്പ, തവഹി രൂപം, അങ്ങയുടെ ആ രൂപം, കലയാമഹേ, ഞാനിതാ ധ്യാനിച്ചു കൊള്ളുന്നു എന്നാണ് വേൽപ്പത്തൂർ പറയുന്നത്. അപ്പോൾ രാസക്രീഡയ്ക്ക് വേണ്ടി സർവാലങ്കാര ഭൂഷിതനായിട്ട് വന്നു നിന്ന ഭഗവാന്റെ മനോഹരമായ വർണ്ണനയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ കാണുന്നത്. കേശത്തിൽ തുടങ്ങി പാദം വരെയുള്ള വർണ്ണനയായതുകൊണ്ട് ഇതൊരു ധ്യാന ശ്ലോകമായിട്ടും നമുക്ക് ചൊല്ലാം. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ഭഗവാൻ ഇത്രയും സുന്ദരനായി വന്നപ്പോൾ ഗോപികമാർ എങ്ങനെയാണ് അണിഞ്ഞൊരുങ്ങിയത് എന്ന് പറയുകയാണ് ഈ ശ്ലോകം. താവത് ഏവ, ഭഗവാൻ ഒരുങ്ങി വന്നപ്പോഴേക്കും, അതാ, അപ്പോൾ തന്നെ, യുവതി മണ്ഡലേ, ആ ഗോപസുന്ദരിമാരെല്ലാം, കൃതമണ്ഡനെ, തങ്ങളുടെ എല്ലാ ആഭരണങ്ങളും എടുത്ത് ശരിക്കും അണിഞ്ഞു. എന്തുകൊണ്ടാണ് ശരിക്കും അണിഞ്ഞു എന്ന് പറഞ്ഞത്? മുൻപ് പറഞ്ഞിരുന്നു അവരെല്ലാം മാറി മാറി ഉടുത്തു വന്നിരുന്നു എന്ന്. ആ കഴുത്തിലുള്ളത് ഹാരം അരയിലും അരഞ്ഞാണം കഴുത്തിലും ഒക്കെ അണിഞ്ഞിരുന്നു. പലരും കയ്യിലെടുത്തു കൊണ്ട് വന്നിരുന്നു എന്നും പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ശരിക്കും അണിഞ്ഞു എന്ന് പറഞ്ഞത്. ഹലിത കഞ്ചുളീക കുചമണ്ഡലേ, കഞ്ചുളീകം എന്നാൽ മുലക്കച്ച, അത് തങ്ങളുടെ മാറിടത്തിൽ ശരിക്ക് അണിഞ്ഞിട്ട്, ഗണ്ഡ ലോല മണികുണ്ഠലേ, ലോലമായ കവിൾത്തടത്തെ തൊട്ട് തലോടിക്കൊണ്ട് അത്രയും വലിയ മണികുണ്ഠലങ്ങൾ, പരിമണ്ഡലേ, ഭഗവാനെ ഒത്ത നടുവിലാക്കിയിട്ട് ആ ഗോപികമാരൊക്കെ വൃത്താകൃതിയിൽ നിൽക്കുന്നു. അങ്ങനെ നിന്നപ്പോൾ, ഐ കഞ്ചനാഭ, അല്ലയോ പത്മനാഭ, താമരക്കണ്ണ, ഇന്ദിരാരമണ, അല്ലയോ ലക്ഷ്മീപതേ, തദനു, അതിനുശേഷം, അവർ അങ്ങനെ വൃത്താകൃതിയിൽ നിന്നതിന് ശേഷം, സകല സുന്ദരീയുഗളം, യുഗളം എന്നാൽ ഇരട്ടകൾ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ രണ്ടുപേർ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് യുഗളം എന്ന് പറയുന്നു. ഭഗവാനെ ഒത്ത നടുവിലാക്കിയിട്ട് ആ ഗോപികമാരൊക്കെ വൃത്താകൃതിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സുന്ദരിയുടെ ഇടയിൽ കയറി പുറത്തു പോയി, പിന്നെ അടുത്ത ആളുടെ ഇടയിൽ കയറി ഉള്ളിൽ വന്നു. അങ്ങനെയാണ് അന്തരാ സഞ്ചരൻ. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ സഞ്ചരൻ,
ആദ്യത്തെ ശ്ലോകത്തിൽ സഞ്ചലൻ, അവിടെ കുണ്ടലങ്ങളെ പറ്റിയാണ് പറയുന്നത്, ഇവിടെ നടക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സഞ്ചരൻ, അവിടെ സഞ്ചലൻ. അപ്പോൾ അങ്ങനെ ഇരട്ടകളായിട്ട് നിന്ന് അവരുടെ ഇടയിലായിട്ട് സഞ്ചരിക്കുന്നു. മഞ്ജുളാം രാസകേളിം, അങ്ങനെ അതിമനോഹരമായിട്ട് അവരെയൊക്കെ രസിപ്പിച്ചുകൊണ്ടുള്ള രാസകേളി സമുപാദദാഹ, വേണ്ടും വിധത്തിൽ അങ്ങ് അനുഷ്ഠിച്ചു. അങ്ങനെ രണ്ടുപേർ നൃത്തം ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ഭഗവാനുണ്ട്. അവർ ഭഗവാനെ കാണുന്നു. അങ്ങനെ എല്ലാവരുടെ ഇടയ്ക്കും ഭഗവാനുണ്ട്. പക്ഷെ ഒരാൾക്ക് മറ്റൊരാളുടെ അടുത്ത് നിൽക്കുന്ന ഭഗവാനെ കാണാനില്ല. അപ്പോൾ ഓരോരുത്തരും വിചാരിക്കുന്നത് തൻ്റെ കൂടെ മാത്രമേ ഭഗവാൻ ഉള്ളൂ എന്ന്. അത് അവരുടെ ഒരു ആനന്ദമാണ്. അങ്ങനെ ഓരോരുത്തർക്കും നൃത്തം ചെയ്യാം. ഓരോരുത്തർക്കും തോന്നുമ്പോൾ അവർക്ക് ഉത്സാഹം കൂടും. തന്നെ മറന്ന് ഓരോരുത്തരും നൃത്തം ചെയ്യും. പക്ഷെ എല്ലാവരുടെ കൂടെയും ഭഗവാൻ ഉണ്ട് എന്ന് പ്രത്യേകം പറയുകയാണ്. ലക്ഷക്കണക്കിന് ഗോപികമാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ 20, 30, 50 ആളുകളല്ല, ലക്ഷക്കണക്കിന്. ചിലപ്പോൾ പറയുന്നു 110 കോടി ഗോപികമാരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അടുത്തത് 3-ാമത്തെ ശ്ലോകം. ഭഗവാന്റെ വാസസ്ഥാനമായ ആ ഗോലോകത്തിൽ എന്നും നടക്കുന്ന ഈ ഒരു രാസക്രീഡ ഇവിടെ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് വരാൻ പോകുന്നു എന്നറിഞ്ഞ ദേവന്മാർ അത് കാണാൻ വരുന്നു എന്നാണ് ഈ ശ്ലോകം. ഹേ വാസുദേവ, വസുദേവരുടെ പുത്രൻ എന്ന് നമ്മളൊക്കെ പറയുമെങ്കിലും സർവ ഐശ്വര്യങ്ങളുടെയും സദ്ഗുണങ്ങളുടെയും, അതായത് വസുക്കളുടെ ദേവൻ എന്നും പറയാം. അതാണ് വാസുദേവൻ. തവ, അങ്ങയുടെ, ഇഹ ഭാസമാനം, ഇവിടെ ഈ യമുനാ തീരത്ത് മനോഹരമായി നടക്കുന്ന രാസകേളി രസസൗരഭം, രാസക്രീഡയുടെ ആ ശൃംഗാരാദി രസങ്ങളോട് കൂടിയ ആ സുഗന്ധം അവിടെയൊക്കെ മനോഹരമാക്കുന്നു. അങ്ങനെ അസാധാരണമായ ഭംഗിയോട് കൂടിയ ആ രാസക്രീഡയെ പറ്റി ദൂരതഃ അപി ഖലു നാരദ ആഗതിതം ആകലയ്യ, നാരദ മഹർഷി വളരെ ദൂരത്തു നിന്ന് തന്നെ വർണ്ണിച്ച് പറഞ്ഞത് കേട്ടിട്ട് കുതുക ആകുല, എന്തെന്നില്ലാത്ത കൗതുകം തോന്നിയ സുരമണ്ഡലി, ആ ദേവസമൂഹം, ദേവന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും അപ്സര സ്ത്രീകളും എന്ന് വേണ്ട സർവദേവഗണങ്ങൾ അവരുടെ കൂടെ വന്ന അപ്സര സ്ത്രീകൾ എങ്ങനെയാണ് വന്നത്? വേഷഭൂഷണ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട്, അതായത് രാസകേളി ആടുന്ന ആ ഗോപികമാരെക്കാളും ഒട്ടും കുറവ് വരരുത് എന്ന പോലെ അവരും തങ്ങളാലാവുന്ന രീതിയിൽ വേഷഭൂഷണങ്ങളോട് കൂടി വിലാസ പേശല വിലാസിനി ശതസമാവൃത, ശൃംഗാര ചേഷ്ടകളും കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടവുമായിട്ടുള്ള അതായത് 100 സുന്ദരിമാരാൽ കൂടി ചേർന്നിട്ട് നാഗതഃ, ആ സ്വർഗലോകത്തിൽ നിന്ന് യുഗപത്, ഒരുമിച്ച് വിയതി, ആ ആകാശദേശത്ത്, അധ, അപ്പോൾ തന്നെ വേഗതഃ ആഗത, വളരെ വേഗം വന്ന് നിരന്നു. ഹേ വാസുദേവ, അങ്ങയുടെ ഈ അപൂർവ സുന്ദരമായ രാസകേളി കാണാൻ വേണ്ടി നാരദ മഹർഷി പറഞ്ഞു കേട്ടതനുസരിച്ച് അത് കാണാനുള്ള ആഗ്രഹത്താൽ സർവ ദേവഗണങ്ങളും അപ്സര സ്ത്രീകളോടും കൂടി ആകാശദേശത്ത് ഒരുമിച്ച് വന്ന് നിന്നു. താഴെ ഭൂമിയിൽ അതിമനോഹരമായി ഒഴുകുന്ന യമുനാ തീരത്ത് രാസമണ്ഡലം തന്നെ ഒരുക്കിയിരിക്കുന്നു. അതീവ പ്രേമഭക്തിയുള്ള ഗോപസ്ത്രീകളുടെ സാന്നിധ്യവും സാക്ഷാത് വൈകുണ്ഠനാഥന്റെ രാസക്രീഡയും, പല രൂപങ്ങൾ ധരിച്ചുകൊണ്ട് ഓരോ ഗോപികമാരോട് ചേർന്ന് നിൽക്കുന്ന ഭഗവാനും അവരെ എല്ലാവരെയും തന്നിൽ ലയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന മനോഹരമായ നൃത്തം. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഒരു ഉപാസനയുടെ ഒരു വലിയ അവസ്ഥയെ പറ്റിയാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനെ ഭജിക്കുമ്പോൾ സർവദേവ ശക്തികളുടെയും അനുഗ്രഹം കൂടി ഉപാസകന് കിട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് 4-ാമത്തെ ശ്ലോകം. വേണു നാദ കൃത താന, ഭഗവാൻ ഓടക്കുഴൽ ഊതിക്കൊണ്ടിരിക്കുന്നു. അതിസുന്ദരമായ നാദം, ശ്രുതി, ദാന കളഗാനം, അത് പൊഴിക്കുന്ന മധുരഗാനം, രാഗഗതി യോജന, അതിന്റെ ഗതി അല്ലെങ്കിൽ ഋതം, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ലോഭനീയ മൃദുപാദ, ആകർഷകമായ ചുവട് വെച്ച്
അതായത് മെല്ലെ മെല്ലെ ഭഗവാനും ഗോപികമാരും അവരുടെ മൃദുപാദങ്ങൾ വെച്ച് നൃത്തത്തിലേക്ക് കടക്കുകയാണ്. പതുക്കെ പതുക്കെ നൃത്തം ചെയ്ത് പിന്നീട് ചടുലമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. പാദകൃത താളമേളന മനോഹരം. താളമേളങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ആകാശത്തിലുള്ള ദേവസമൂഹമാണ്. ഓരോ ചുവടും തങ്ങൾക്ക് താളങ്ങൾക്ക് അനുസൃതമായി അടിവെച്ച് അങ്ങനെ മനോഹരമായ ഒരു നൃത്തലയം തന്നെ. അതിൻ്റെ കൂടെ പാണി സംക്വണിത കങ്കണം ച, കൈകൾ തട്ടി നൃത്തം ചെയ്യുന്നു. അങ്ങനെ കൈകൾ തട്ടുമ്പോൾ വളകളൊക്കെ കിളുങ്ങുന്നു. മുഹുഹു, പിന്നീട് അംസലംബിത കരാംബുജം, അടുത്തുള്ളവരുടെ തോളത്ത് കൈവച്ച്, അതായത് ഭഗവാൻ എല്ലാവരുടെയും തോളിൽ കൈവച്ച് നൃത്തം ചെയ്യുന്നു. ഇതിനിടയിൽ ശ്രോണി ബിംബ, അരക്കെട്ടിൽ നിന്ന് ചലത് അമ്പരം, തങ്ങളുടെ പുടവയൊക്കെ അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞു വീഴുന്നതൊന്നും അവർ അറിഞ്ഞില്ല. രാസകേളി രസഡംബരം, രാസക്രീഡ രസത്തിന്റെ ആഹ്ലാദത്തിൽ ഭജത, അല്ലയോ ഭക്തന്മാരെ, ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ആഹ്ലാദം ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഭജിക്കുവിൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഓരോ വാക്കും ഇത്ര ഭംഗിയായി പ്രയോഗിക്കണമെങ്കിൽ എത്രയും വലിയ കാവ്യഭംഗി, കാവ്യസിദ്ധി മേൽപ്പത്തൂരിന് ഉണ്ടായിരുന്നു. വേദവ്യാസന്റെ അവതാരം എന്ന് പറഞ്ഞതിൽ ഒരു അത്ഭുതവുമില്ല എന്ന് തന്നെ പറയാം. അടുത്തത് 5-ാമത്തെ ശ്ലോകം. അഥ, അപ്പോൾ തന്നെ, അതായത് ആ രാസകേളി അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയപ്പോൾ സ്പർദ്ധയാ, ഭഗവാനെ ആകർഷിക്കാൻ വേണ്ടി മത്സരബുദ്ധിയോട് കൂടി പുതിയ പുതിയ രാഗങ്ങൾ ഓരോ ഗോപികമാരും പാടുകയാണ്. ആരാണ് നല്ല രാഗം പാടുന്നത് എന്നൊരു മത്സരമായിരുന്നു. ഇവിടെ ചില ഗ്രന്ഥങ്ങളിൽ ശ്രദ്ധയ എന്ന് കാണുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും സ്പർദ്ധയ എന്നതാണ് ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ വരുന്നത് എന്നാണ് ഇവിടെ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഭക്തരഞ്ജിനിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്പർദ്ധയ എന്ന് തന്നെ നമുക്ക് എടുക്കാം. അപ്പോ ഒരു മത്സരമായതുകൊണ്ട് സ്പർദ്ധയ. വിരചിത അനുഗാന, ഓരോ കൃഷ്ണസ്തുതികളും അവർ സ്വയം വിരചിക്കുകയാണ്, അവർ സ്വയം എഴുതുകയാണ്. അനുഗാനം എന്നാൽ ഒരാൾ പാടുമ്പോൾ മറ്റുള്ളവർ അത് ഏറ്റുപാടുന്നു. ആവർത്തനം, അതാണ് അനുഗാനം. അപ്പോഴേക്കും അടുത്ത ആൾ സ്വയം എഴുതി ഗാനം പാടുന്നു, അത് പിന്നീട് മറ്റുള്ളവർ ഏറ്റുപാടുന്നു. ഇങ്ങനെ ഗോപികമാർ പാടിയ പുതിയ രാഗങ്ങളാണ് ഇപ്പോഴും സംഗീത ലോകത്തുള്ളത് എന്ന് പറയുന്നുണ്ട്. കൃത താര മധുരസ്വരേ, താര അല്ലെങ്കിൽ താരസ്ഥായി എന്നാൽ ഹൈ പിച്ച്, അത്രയും ഉച്ചസ്ഥായിയിൽ പാടി കൊഴുപ്പിക്കുന്നു. ആ രംഗം അത്രയും വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറയാം. ലളിത അംഗഹാര, മനോഹരമായ അംഗവിക്ഷേപങ്ങളും ലുളിത അംഗഹാര മണിഭൂഷണേ, ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന എല്ലാ മുത്തുമാലകളും രത്നമാലകളും അതിന്റെ സ്ഥാനം തെറ്റിയിരിക്കുന്നു. കാരണം അത്രയും ആഹ്ലാദത്തിൽ മതിമറന്ന് ആടുകയാണ് അവിടെ എല്ലാവരും. ശരീരബോധം വിട്ടുപോകുന്നു എന്ന് തന്നെ പറയാം. നർത്തനെ, അങ്ങനെ നർത്തനം ചെയ്യുന്ന സമയത്ത്, അതായത് ഉച്ചസ്ഥായിയിലുള്ള പാട്ടും അവരെ തന്നെ മതിമറന്നു കൊണ്ടുള്ള നൃത്തവുമായപ്പോൾ സമ്മതേന, ഇത് കണ്ടുനിന്ന ആ ദേവന്മാർക്ക് സന്തോഷം സഹിക്കാൻ സാധിക്കുന്നില്ല. ഹൃദയം പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള സന്തോഷമായിരുന്നു അത്. കൃത പുഷ്പവർഷം, അങ്ങനെ അവർ ഗോപികമാരുടെ മേൽ പുഷ്പവർഷം ചൊരിയാൻ തുടങ്ങി. അങ്ങനെ രാസമണ്ഡലം മുഴുവൻ പുഷ്പമണ്ഡലമായി. മാത്രമല്ല അലം ഉന്മിഷത്, തങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാൻ മറന്നുപോയി. പൊതുവെ ദേവന്മാർ കണ്ണടയ്ക്കാറില്ല. അതൊന്ന് എടുത്തു പറയുകയാണ് മേൽപ്പത്തൂർ ഇവിടെ. ഒരു നിമിഷം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ നിർനിമേഷരായി നോക്കുന്നത് ആ രാസക്രീഡ മുഴുവൻ കണ്ട് ആസ്വദിക്കുകയാണ് എന്നാണ്. സ വധൂകുലം ദിവിഷദാൻകുലം, ആ സുന്ദരിമാരും ആ ദേവന്മാരുടെ കുലം മുഴുവനും ഇങ്ങനെ നോക്കി നിന്നു. ഹേ ചിന്മയേ, അല്ലയോ ജ്ഞാനസ്വരൂപനായ ഭഗവാനെ, ത്വയ് നിലീയമാനമിവ, അങ്ങയിൽ അവരും മോഹിച്ചു പോയോ, ലയിച്ചു പോയോ എന്ന പോലെ, അതായത് ആ ദേവന്മാരും അപ്സര സ്ത്രീകളും എല്ലാവരും മോഹിച്ചു പോയോ എന്ന പോലെ, സമ്മുമോഹ, അവരും മോഹവിവശരായി തീർന്നുവല്ലോ ഭഗവാനെ എന്നാണ് പറയുന്നത്. അടുത്തത് 6-ാമത്തെ ശ്ലോകം. കാപി നാമ പശുപ അങ്കന, ഒരു ഗോപസ്ത്രീ, ഏതോ പേരുള്ള ഒരു ഗോപസ്ത്രീ, ഇവിടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഏതോ പേരുള്ളതാണ്. കാപി നാമ പശുപ അങ്കന തദനു, അതിനുശേഷം, അതായത് നൃത്തം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയപ്പോൾ, സ്വിന്ന സന്ന തനുവല്ലരി,
വിയർത്ത് കുതിർന്ന വള്ളിച്ചെടി പോലെ മനോഹരമായ ആ സുന്ദരി, അത്രയും മൃദുലമായ ശരീരം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. താന്തി ഭാര മുകുളേക്ഷണ, തന്റെ തളർച്ച അല്ലെങ്കിൽ ആലസ്യം സഹിക്കാതെ കണ്ണൊക്കെ അടഞ്ഞു പോകുന്ന ആ അവസ്ഥയിൽ തവ ഭഗവാനെ അങ്ങയുടെ കാന്തം അംസം അവലംബത്തെ, വളരെ മനോഹരമായിട്ടുള്ള ആ ചുമലിൽ തല ചായ്ച്ച് അങ്ങനെ നിന്നു. ആ തളർച്ച മാറ്റാൻ എന്ന പോലെ ഭഗവാന്റെ തോളിൽ തല ചായ്ച്ച് നിന്നു. കാച്ചിത്, വേറെ ഒരാൾ, അതായത് വേറൊരു ഗോപസ്ത്രീ, ആചലിത കുന്തള, തന്റെ മുടിക്കെട്ടൊക്കെ അഴിഞ്ഞിരിക്കുന്നു. അഞ്ചിത ഒരു പുളകാങ്കുരം, ശരീരം പുളകം കൊണ്ട് കോരിത്തരിച്ചിരിക്കുന്നു. നവപടീരസാര, പുതുതായിട്ട് അരച്ച ചന്ദനം, അതായത് നവപടീരസാരം, പുതുതായിട്ട് അരച്ച ചന്ദനത്തിന്റെ ചാർത്ത് കൊണ്ടുണ്ടായ ഘനസൗരഭം, ആ സുഗന്ധം മുറ്റി നിൽക്കുന്ന തവഭുജം, ഭഗവാനെ അങ്ങയുടെ കയ്യിൽ, അതായത് ഭഗവാൻ അംഗരാഗം ചാർത്തിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു, അതിന്റെ സുഗന്ധം ഇപ്പോഴുമുണ്ട്. അങ്ങനെയുള്ള അങ്ങയുടെ കയ്യിൽ വഞ്ചനേന, അതായത് വ്യാജേന, ഞാനിതാ അങ്ങയുടെ തോളിൽ തല ചായ്ക്കുന്നു എന്ന ഭാവത്തിൽ സംചുചുംബ, അവൾ ചുംബിച്ചു. അങ്ങനെ ഓരോ സ്ത്രീകളും തളർന്നിരിക്കുന്നു, എന്നാലും ആ തളർച്ചയിലും അവർ ആനന്ദാനുഭവത്തിലാണ് എന്ന് കാണിക്കുകയാണ് ഇവിടെ ഭക്തിയുണ്ട്, ലോകത്തിനോടുള്ള വിരക്തിയുണ്ട്, ഈശ്വരനോട് അടുക്കാനുള്ള ശക്തിയുണ്ട്, പൂർണ്ണമായ പ്രേമവുമുണ്ട്. ഇതൊക്കെ കാത്യായനി വ്രതം അനുഷ്ഠിച്ചതിന്റെ അനുഗ്രഹം തന്നെയാണ് ആ ശക്തിയെല്ലാം. ഒരു ഉപാസകന് ഉപാസ്യ ദേവതയെ മുന്നിൽ കാണുമ്പോൾ, അതായത് സാക്ഷാത് ഉണ്ടാവുന്ന എല്ലാ വികാരങ്ങളും ഇവിടെയും കാണാൻ സാധിക്കും. ഇതൊക്കെ ഉപാസനയുടെ ഒരു ക്രമങ്ങളാണ്. നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ ഉപാസനകൾ, അതായത് സഹസ്രനാമ പാരായണം, നാരായണീയ പാരായണം, ഗീതാ പാരായണം, ക്ഷേത്ര ദർശനം, ഇതിലൊക്കെ പൂർണ്ണമായ സമർപ്പണം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഗോപികമാരെ പോലെയൊന്നും സാധിച്ചില്ലെങ്കിലും ഒരു പരിധി വരെയുള്ള ആത്മാനന്ദം നമുക്കും അനുഭവിക്കാൻ സാധിക്കും. ഒരു ജീവാത്മാവ്, അതിന്റെ അവകാശമാണ് ഈശ്വര സാക്ഷാത്കാരം. അത് നേടിയേ പറ്റൂ. എത്ര ജന്മം എടുത്താലും ഭഗവാനോട് ചേർന്നേ പറ്റൂ. സാമർഥ്യമുള്ളവർ എത്രയും നേരത്തെ നേടാൻ വേണ്ടിയുള്ള ശ്രമം ചെയ്യും. ഇതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് 7ാമത്തെ ശ്ലോകം. പുണ്യപൂരനിധി, അത്യന്തം പുണ്യമുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ആ ഒരു നിധി കിട്ടിയ ആനന്ദം കൊണ്ട് മേൽപ്പത്തൂർ ഒരു ഗോപസ്ത്രീയെ വർണ്ണിച്ചതാണ് പുണ്യപൂരനിധി എന്ന്. ഭഗവാനോട് ചേർന്ന് ഉന്മാദത്തോടെ നൃത്തം ചെയ്യുക, തോളിൽ തല ചായ്ക്കുക, അവരെ സമാധിസ്ഥകൾ എന്ന് തന്നെ പറയാം. ഇതൊന്നും എല്ലാവർക്കും സാധ്യമല്ല. അതാണ് പുണ്യപൂരനിധി. കാപി, മറ്റൊരുവൾ, ആകുലിത കുണ്ടലം, തന്റെ ആടി ഉലയുന്ന കർണാഭരണങ്ങളോട് കൂടിയ നിജഗണ്ഠം, തന്റെ കവിൾത്തടം, ഖണ്ഡഭുവി സന്നിധായ, ഭഗവാന്റെ കവിൾത്തടത്തോട് ചേർത്ത് വെച്ചിട്ട്, തവ പൂഗചർവിത രസാമൃതം, അങ്ങ് താമ്പൂലം ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചാറ് മെല്ലെ കവിൾത്തടത്തിൽ വരുന്നുണ്ടായിരുന്നു. ആ രസാമൃതം അന്വവാപ, തന്റെ വായിൽ, അത് തന്റെ വായിലാക്കിക്കൊണ്ട് അവൾ ആനന്ദത്തെ അനുഭവിച്ചു. തന്റെ കവിൾത്തടം ഭഗവാന്റെ കവിൾത്തടത്തോട് ചേർത്ത് നിർത്തിയിട്ട് ആ താമ്പൂലത്തിന്റെ രസാമൃതം അനുഭവിച്ചു. ഇങ്ങനെ അങ്കനാഹ, ആ ഗോപസ്ത്രീകൾ, ഇന്ദിരാവിഹൃതി മന്ദിരം, ശ്രീ ലക്ഷ്മി ദേവിയുടെ വിഹാരത്തിന് ആധാരമായിട്ടുള്ള ഈ ഭൂമിയിൽ ഭുവനസുന്ദരം, ഭഗവാൻ ഭുവനസുന്ദരനാണ്. രുക്മിണി ദേവി കത്തെഴുതി കൊടുത്തേക്കുന്ന സമയത്ത് ഭഗവാനെ സംബോധന ചെയ്യുന്നത് ഭുവനസുന്ദര എന്നാണ്. അങ്ങനെയുള്ള ഭുവനസുന്ദരൻ ത്വാം അവാപ്യ, അങ്ങയെ സ്വന്തമാക്കിക്കൊണ്ട്, നടനാന്തരെ, ഈ നടനത്തിനിടയ്ക്ക്, കിമു സമ്പദ ഉന്മദ ദശാന്തരം, എത്രമാത്രം സന്തോഷം കൊണ്ട് ഉന്മത്തരായിട്ട് മറ്റൊരവസ്ഥയെ ന ദദുഹു, പ്രാപിച്ചില്ല. കാരണം അവരൊക്കെ മറ്റൊരു ലോകത്തായിരുന്നു. എന്ത് അവസ്ഥയാണ് അവർ പ്രാപിക്കാതിരുന്നത് എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ അവരൊക്കെ വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോയതുപോലെ ആയിപ്പോയല്ലോ ഭഗവാനെ എന്നാണ് പറയുന്നത്. അടുത്തത് 8ാമത്തെ ശ്ലോകം. ഹേ ഈശ, അല്ലയോ ഭഗവാനെ, അങ്ങനെ ക്രമേണ അവരൊക്കെ തളർന്നു. ഗാനം വിരതം, വാദ്യമേളനം ഉപാരതം കില, അങ്ങനെ മെല്ലെ മെല്ലെ ആ ഉച്ചസ്ഥായിയിലെത്തിയ ഗാനം വിരതം എന്ന് വെച്ചാൽ നിലച്ചു. വാദ്യപ്രയോഗങ്ങൾ ഉപാരതം, അതും നിലച്ചു.
കേവലം ന നൃതുഹു, പക്ഷെ എന്നിട്ടും ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൻഡുലം പോലെ അതിന്റെ വേഗം മെല്ലെ മെല്ലെ കുറയുകയുള്ളൂ ആ പെൻഡുലത്തിൽ. അതുപോലെ ഉച്ചസ്ഥായിയിൽ ആടിക്കൊണ്ടിരുന്ന ആ ശരീരം, അതായത് പാട്ടും മേളവും നിലച്ചു, പക്ഷെ ആ ശരീരത്തിന്റെ ആട്ടം നിലച്ചിരുന്നില്ല. പതുക്കെ പതുക്കെ ഉന്മത്ത അവസ്ഥയിൽ എന്ന പോലെ ആടിക്കൊണ്ടേയിരുന്നു. അതാണ് ബ്രഹ്മസമ്മത രസാകുലാഹ. ബ്രഹ്മാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് അവർ സദസി ന നൃതുഹു അങ്കന, യമുനാ പുളിനമാകുന്ന സദസ്സിൽ അവർ നൃത്തം വെച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല നീവികാം, അവരുടെ വസ്ത്രങ്ങളൊക്കെ, കുന്തളിയും അവരുടെ മുടിക്കെട്ടൊക്കെ, കഞ്ചുളിയും മുലക്കച്ചയും അതായത് ഉത്തരിയും, അഭിചക്കും അവിതൻ, ഇതൊന്നും അടർന്നു വീഴുന്നതൊന്നും അവർ അറിഞ്ഞതേയില്ല. ശരീരത്തിന്റെ പൂർണ്ണ ബോധം നഷ്ടപ്പെട്ടു. ഇതൊക്കെ സാധാരണ യോഗികൾക്ക് മാത്രം ഉണ്ടാവുന്ന അവസ്ഥയാണ്. ജ്യോതിഷാം കദംബകം, ആകാശത്തുള്ള സകല ജ്യോതിർഗോളങ്ങളും, അതുപോലും ദിവി, ആ ആകാശത്തിൽ വിളംബിതം, അതിന്റെ ചലനം കുറഞ്ഞു വന്നു. അങ്ങനെ ആ രാത്രി സാധാരണ രാത്രി പോലെ ആയിരുന്നില്ല, ബ്രഹ്മരാത്രി തന്നെ എന്ന് പറയാം. അതിന് നീളം കൂടുതലായിരുന്നു. കാരണം സകല ജ്യോതിർഗോളങ്ങളും അതിന്റെ ചലനം കുറച്ചുകൊണ്ടാണ് പോകുന്നത്. അപരം കിംബ്രുവേ, ഇതിലപ്പുറം ആ അവസ്ഥയെ വർണ്ണിക്കാൻ ഞാൻ ഇനി എന്താണ് പറയേണ്ടത് ഗുരുവായൂരപ്പ എന്നാണ് മേൽപ്പത്തൂർ ചോദിക്കുന്നത്. അത്രയും ശ്രേഷ്ഠമായിരുന്നു ആ നൃത്തത്തിന്റെ അവസ്ഥ. ഒരു യോഗിക്ക് ലോകത്തെ സ്തംഭിപ്പിക്കാൻ സാധിക്കും, പക്ഷെ ഒരു ഭോഗിക്ക് തന്റെ ഗതി പോലും നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ധ്രുവചരിത്രത്തിലും ഇതൊക്കെ പറയുന്നുണ്ട്. ധ്രുവൻ തപസ് ചെയ്യുന്ന സമയത്ത് ശ്വാസം നിയന്ത്രിച്ചപ്പോൾ ലോകത്തിലെ പ്രാണവായുവിന്റെ ഗതി പോലും നിലച്ചു പോയതായി പറയുന്നുണ്ട്. അടുത്തത് 9ാമത്തെ ശ്ലോകം. തതഃ വിഭോ, അനന്തരം ഭഗവാനെ, ഭുവനം, ഈ ലോകത്തെ മുഴുവൻ, മോദസീനി വിലാപ്യ, ആ പരമമായ ആഹ്ലാദത്തിൽ ലയിപ്പിച്ചിട്ട്, വിഹൃതിം സമാപ്യച്ച, രാസക്രീഡയെ അവസാനിപ്പിച്ചിട്ട്, കേളി സംവൃതിത, ആ രാസക്രീഡയാൽ വല്ലാതെ തളർന്നുപോയ നിർമ്മല അംഗം, ആ പരിശുദ്ധമായ ശരീരത്തിൽ, അതായത് ശരീരം, മനസ്സ്, ചിന്തകൾ എല്ലാം ശുദ്ധീകരിക്കപ്പെട്ടു. നവഘർമ്മ ലേശ സുഭഗാത്മനാം, പുതിയ വിയർപ്പുകൾ, നവഘർമ്മ, പുതിയ വിയർപ്പുകൾ, അതായത് അവർ ചൂടുകൊണ്ട് വിയർത്ത് ഒലിക്കാൻ തുടങ്ങി. അങ്ങനെ വിയർപ്പ് തുള്ളികളാൽ സുന്ദരികളായിട്ട് തീർന്ന അവരുടെ മന്മത അസഹന ചേതസാം, നമ്മൾ വായിക്കുമ്പോൾ മന്മദാസഹന ചേതസാം എന്നാണ്, പക്ഷെ അത് അവിടെ അസഹന എന്നാണ്. അസഹന ചേതസാം, കാമവികാരം താങ്ങാനാവാത്ത മനസ്സോട് കൂടിയ, പശുപയോഷിതാം സുഹൃത ചോദിത, ഗോപസുന്ദരിമാർക്ക് മതിയായില്ല. ശരീരം തളർന്നു, വിയർത്തു കുളിച്ചു, എന്നിട്ടും അവർക്ക് മതിയാവുന്നില്ല. ജന്മാന്തരങ്ങളായി സുഹൃതം ചെയ്ത സുഹൃതത്തിന്റെ ഫലമാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയത്. അതിനാൽ അവരുടെ ആവശ്യം ഭഗവാൻ കണ്ടറിഞ്ഞു. താവത്, അങ്ങനെ ഭഗവാൻ ആകലിതമൂർത്തി, പല രൂപം കൈക്കൊണ്ട്, മാര വീര പരമ ഉത്സവാൻ, എല്ലാ ഗോപികമാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ആ രാസക്രീഡയെ ആധതിത, ഭംഗിയായി നിർവഹിച്ചു. പല ലീലകളിലൂടെ ഭഗവാൻ ഗോപികമാരെ ഉയർത്തി കൊണ്ടുവരികയാണ്. ഗോപികമാരെ പോലെ ഒരു ശുദ്ധഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാസക്രീഡം നമുക്കും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആരാണ് രാസം അനുഭവിക്കാൻ അധികാരി എന്ന് കാണിച്ചു തരികയാണ് ഇവിടെ. പ്രാണനില്ലെങ്കിൽ ശരീരം ജഡമാണ്. അതുപോലെ പഞ്ചപ്രാണനാണ് ഭാഗവതത്തിൽ ഈ 5 അധ്യായങ്ങൾ, അത്രയും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ രാസം തിരിച്ചിട്ടാൽ സാരം എന്നാവും. ഇതാണ് ഭാഗവതത്തിന്റെ സാരം എന്നാണ് പറയുന്നത്. അടുത്തത് 10ാമത്തെ ശ്ലോകം. കേളി ഭേദ, അങ്ങനെ പല ഭേദങ്ങളോട് കൂടിയ കേളികളാൽ, പരിലോലിതാഭിഹി, ഭഗവാൻ പലതായിട്ട് ഓരോരുത്തരുടെ കൂടെയും രാസക്രീഡകളാൽ അവരെ അത്യന്തം ആനന്ദാവസ്ഥയിലാക്കിയിട്ട്, അതിലാളിതാഭിഹി, ഭഗവാനാൽ ഓമനിക്കപ്പെട്ടു. ആനന്ദത്തിന്റെ ആലസ്യം എന്നൊക്കെ പറയാം. അവരൊക്കെ തളർന്ന് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. അവരെ പിന്നെയും അഭിനന്ദിച്ചു, പ്രോത്സാഹിപ്പിച്ചു. അബലാളിഭിഹി, അങ്ങനെയുള്ള ആ സുന്ദരിമാരോട് കൂടി, നനു ഈശ, അല്ലയോ ഭഗവാനെ, സ്വൈരം സൂരജാപയസി, അതിനുശേഷം അങ്ങ് സ്വൈരമായിട്ട് ആ കാളിന്തി നദിയിൽ, അതായത് സൂര്യന്റെ മകളാണ് കാളിന്തി അല്ലെങ്കിൽ യമുന, അതുകൊണ്ടാണ് സൂരജ എന്ന പേര് വന്നത്.
ചാരു നാമ വിഹൃതിം വ്യഥ, മനോഹരമായിട്ട് പിന്നീട് ജലക്രീഡ ചെയ്തു. അപിച്ച, അതിനുശേഷം വിസാരി ശീതള കിശോരമാരുത, നന്നായി വീശുന്ന നല്ല തണുത്ത കാറ്റ്, മനോഹരമായിട്ടുള്ള സൂന സൗരഭമയെ, ആ പൂക്കളുടെ സുഗന്ധം പരത്തുന്ന കാനനെ, ആ കാനനത്തിൽ വിലാസിനീശത, 100 കണക്കിന് ഗോപികമാരോട് കൂടി വിമോഹനം വിലേസിത, അവരെ മോഹിപ്പിച്ചുകൊണ്ട് അവിടെയൊക്കെ ആ കാനനം മുഴുവൻ ചുറ്റി നടന്നുവല്ലോ ഭഗവാനെ. രാസക്രീഡ, ജലക്രീഡ, വനക്രീഡ എല്ലാം നടന്നു എന്ന് വേണം പറയാൻ. ഇത് ബ്രഹ്മാനന്ദം എന്നല്ലാതെ എന്ത് പറയാനാണ്? അടുത്ത ശ്ലോകം 11. ഈ ഒരു അധ്യായത്തോടെ, അതായത് രാസപഞ്ചാധ്യായി എന്ന് പറയുന്ന രാസക്രീഡ ഇവിടെ അവസാനിക്കുന്നു. 5ാമത്തെ ദശകമാണ്, അവസാനത്തെ ശ്ലോകമാണ്. കാമനീയക നിധേ ഭവാൻ, ഭഗവാൻ ആരിലും തന്നെ കാമിക്കത്തക്ക അവസ്ഥയിൽ ഇരിപ്പിടമായിട്ടുള്ളവനെ എന്നാണ്. ആരെയും ആകർഷിക്കുന്ന രൂപസൗന്ദര്യത്തോട് കൂടിയവനെ. ഏറ്റവും സന്തോഷപ്രദമായ സമാഗമം ഉണ്ടാവുന്നത് ഭഗവാനോട് ചേരുമ്പോഴാണ്. അതുകൊണ്ടാണ് കാമനീയക നിധേ, കമനീയ കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങ് ഇതിഹി, ഇപ്രകാരം യാമിനീഷു, ഇത് അവസാനത്തെ രാസക്രീഡയല്ല. എത്ര കാലം ഭഗവാൻ ആ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നുവോ അത്രയും കാലം എല്ലാ ശരത്കാല രാത്രികളിലും ഇതുപോലെ യോഗിഗമ്യം കമപി, ആ പരമഹംസ യോഗികൾക്ക് മാത്രം ലഭിക്കാവുന്ന പൂർണ്ണ സമ്മത രസാർണവം, ആ ബ്രഹ്മാനന്ദത്തെ കാമിനീഹി, തന്റെ കാമിനികൾക്ക്, തന്റെ ഗോപികമാർക്ക് അനുഭാവയൻ, അവർക്ക് അനുഭവപ്പെടുത്തി കൊടുത്തിട്ട് ഇഹ പശുപാങ്കനാസു, ഈ ഒരൊറ്റ അവസ്ഥ കൊണ്ട് മാത്രം സാധാരണക്കാരായ ഗോപികമാരെ ബ്രഹ്മ ശങ്കര മുഖാൻ അഭി ബഹുമാനയൻ, ബ്രഹ്മാവിനും സാക്ഷാത് പരമേശ്വരന് പോലും ബഹുമാനം ഉളവാക്കി കൊടുത്തുവല്ലോ. ഇങ്ങനെ ഭക്തലോക ഗമനീയ രൂപ, തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഈ ലോകത്ത് അത്രയും ബഹുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു. മറ്റുള്ളവരുടെ ഇടയിൽ ഒന്ന് വേർതിരിച്ചു നിർത്തുന്ന അല്ലയോ കമനീയ കൃഷ്ണ മാം പരിപാഹി. അതായത് കൃഷ്ണൻ എന്നാൽ കർഷയതി എന്ന് പറയും, അതായത് പിടിച്ചു വലിക്കുന്നവൻ, എല്ലാവരെയും തന്നിലേക്ക് പിടിച്ചു വലിക്കുന്നവൻ എന്നർത്ഥം. അതാണ് കൃഷ്ണൻ. അങ്ങനെ എന്നെ രക്ഷിക്കൂ ഭഗവാനെ, എന്നെയും ഇതുപോലെ ആനന്ദിപ്പിച്ച് എന്റെ ഈ അസുഖത്തെ മാറ്റിത്തരൂ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകം ഇവിടെ സമർപ്പിക്കുന്നു. ഭഗവാനെ പറ്റി 2 വാക്ക് പറയാൻ അനുഗ്രഹം നൽകിയ ശ്രീ ഗുരുവായൂരപ്പനെ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സത്സംഗത്തിന് അവസരം തന്ന സമിതിയോടും പ്രവർത്തിക്കുന്ന എല്ലാ യോഗബന്ധുക്കളോടും പ്രത്യേകം അംഗീകരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരിനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരിയമക്ക, സമയം അല്പം അതിക്രമിച്ചിരിക്കുന്നു. എന്നാലും ചുരുങ്ങിയ വാക്കുകളിലൂടെ എല്ലാവർക്കും അത് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ അവാച്യമായ ആനന്ദാനുഭവം ഭക്തർക്ക് നൽകിക്കൊണ്ട് ഇന്നത്തെ അധ്യയനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ രാസക്രീഡ എല്ലാ ശ്രോതാക്കളിലും ആത്മാനന്ദം നൽകിയിരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ഇന്നത്തെ അധ്യയനത്തിൽ ധ്യാന ശ്ലോകം ചൊല്ലിയ ഉണ്ണിക്കണ്ണന്റെ കൂട്ടുകാരായ അഭിനവണ്ണനും ശ്രീലക്ഷ്മി അക്കയ്ക്കും എന്റെ പേരിലും SPYSS സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. പദച്ഛേദം പറഞ്ഞ് ശ്ലോകങ്ങൾ ചൊല്ലിത്തന്ന ഗംഗാ രാജേന്ദ്രൻ അക്കയ്ക്കും പ്രത്യേകം നന്ദി. ഈ 11 ശ്ലോകങ്ങളും ആവർത്തിച്ചു ചൊല്ലിയ എല്ലാ അക്കമാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സമർപ്പണ ശ്ലോകം ചൊല്ലിയ ലക്ഷ്മി അക്കയ്ക്ക് സമിതിയുടെ പേരിലും സ്വന്തം പേരിലും നന്ദി. SPYSSന്റെ സാരഥികളായ ഗോപണ്ണനും ജിൽജക്കയ്ക്കും നന്ദി അറിയിക്കുന്നു. തികച്ചും വ്യത്യസ്തങ്ങളായ ആശയങ്ങളിലൂടെ നാരായണീയം നമ്മുടെ യോഗബന്ധുക്കളിലേക്ക് എത്തിക്കുന്നതിന് ദിനരാത്രങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ദിര അക്കയ്ക്ക് ഞങ്ങൾ കോഴിക്കോട് വയനാട് ജില്ലക്കാരുടെ പ്രത്യേകം നന്ദി. ഹരിയോമക്ക. SPYSSന്റെ എല്ലാ പ്രവർത്തനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുന്ന സുനൈന അക്കയ്ക്കും നന്ദി അറിയിക്കുന്നു. ഹരിയോമക്ക.
ഇവിടെ ആങ്കറിങ്ങിന് എനിക്ക് അവസരം തന്നതിന് ഇന്ദിരാക്കയ്ക്കും SPYSSന്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി. അവസാനമായി ലോക കല്യാണ മന്ത്രം ചൊല്ലുന്നതിന് ശ്രീജാക്കയെ ക്ഷണിക്കുന്നു. ശ്രീജാക്കയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഹരിയോം ശ്രീജാക്ക. ഹരിയോം. എല്ലാവരും നേരെ ഇരിക്കുക. ലോക കല്യാണ മന്ത്രം. കൈകൾ നമസ്കാരസ്ഥിതി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.